പശ്ചിമേഷ്യയിൽ പോർമുഖം കടുപ്പിച്ച് ഇസ്രയേലും ഹിസ്ബുള്ളയും. വടക്കൻ ഇസ്രയേലിലേക്ക് വൻ മിസൈൽ ആക്രമണവുമായി ഹിസ്ബുള്ളയുടെ തിരിച്ചടി. പശ്ചിമേഷ്യൻ ജനത ആശങ്കപ്പെട്ടിരുന്നത് എന്താണോ അത് സംഭവിക്കുകയാണ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ പോകുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോക ജനതയാകെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഭയപ്പെട്ടത് സംഭവിക്കുന്നു. ഒരു തുറന്ന യുദ്ധം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് 144 മിസൈലുകൾ 3 വ്യോമാക്രമണങ്ങളിലായി എത്തിയിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം 2023 ഒക്ടോബറിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയ ശേഷം ഇതാദ്യമായി ഒരു സൈനിക ആയുധ കേന്ദ്രത്തിലേക്ക് അടക്കം ഹിസ്ബുള്ളയ്ക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇങ്ങനൊരു ആക്രമണം ഇസ്രായേൽ എപ്പോഴും ആശങ്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഹിസ്ബുള്ളയ്ക്കെതിരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പടയൊരുക്കം നടത്തിപ്പോകുന്നത്. ആ പടയൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഡിജിറ്റൽ ഡിവൈസ് എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും ആധുനികമായ ഒരു സപ്ലൈ ചെയിൻ അറ്റാക്കിലേക്ക് വരെ ഇസ്രയേൽ പോകാനുണ്ടായ ഒരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടിയായിരുന്നു. അത് തന്നെ സംഭവിക്കുകയാണ്. ചുരുക്കത്തിൽ അൻഷാദ്, നമ്മൾ കരുതിയിരുന്ന ഹിസ്ബുള്ളയുടെ ഒരു സൈനിക ശേഷി നമുക്കറിയാം. അത് അവർ പുറത്തേക്ക് പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് ദീർഘദൂര മിസൈൽ ആക്രമണത്തിലടക്കം അസാധാരണമാം വിധം ശക്തിയുണ്ട്. അതുപയോഗിച്ച് അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ മാറാൻ പോകുന്നത്? തീർച്ചയായിട്ടും വലിയ ആശങ്കയാണ് ഇത് സംബന്ധിച്ച് ഉയരുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് തന്നെയാണ് അമേരിക്കയും ഭയപ്പെടുന്നത്, ഇസ്രയേലും ഭയപ്പെടുന്നത്. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരു ഷിയ മിലിറ്റൻ്റ് സംഘടനയാണ്, ഇസ്ലാമിക സംഘടനയാണ്. ലെബനനിലാണ് അവരുടെ ആസ്ഥാനം, അല്ലെങ്കിൽ ലെബനൻ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അവർ ഇറാഖിലുണ്ട്, ഇറാൻ്റെ കടുത്ത പിന്തുണയുണ്ട്, ഒപ്പം ജോർദാനിലുണ്ട്. അവരിങ്ങനെ ആ ഒരു ഇസ്രയേലിന് ചുറ്റും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. പല പോക്കറ്റുകളിലായിട്ട് അവരുണ്ട്. പക്ഷേ ലെബനനിലാണ് അവരുടെ കേന്ദ്രം. ഇസ്രയേൽ ഈ ഗാസയിൽ അറ്റാക്ക് നടക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അതായത് അവിടെ നിന്ന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നു, തിരിച്ച് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും ആക്രമണം തൊടുത്തുവിടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ അതിർത്തികളിൽ പ്രകോപിപ്പിക്കുകയും അതിർത്തികളിൽ അവരെ വേട്ടയാടുകയും ചെയ്യുന്നത്, വെല്ലുവിളി തീർക്കുകയും ചെയ്യുന്നത് ഹിസ്ബുള്ളയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഇറാൻ ആയുധങ്ങളാണ്, അത് റഷ്യ വഴി വരുന്ന ആയുധങ്ങളാണ്. അവർക്ക് ഇസ്രയേലിൻ്റെ ഏത് മേഖലയിലേക്കും അറ്റാക്ക് നടത്താനുള്ള കഴിവുണ്ട്. അതാണ് ഇസ്രയേൽ പേടിക്കുന്നത്. മാത്രമല്ല അവർക്ക് പല രീതിയിലുള്ള പിന്തുണ പല ഭാഗത്തു നിന്ന് എപ്പോഴും കിട്ടുന്നുണ്ട്. 1980കളിലാണ് ഹമാസും ഹിസ്ബുള്ളയും രൂപീകൃതമാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒന്ന് സുന്നി സംഘടനയാണ്, ഒന്ന് ഷിയ സംഘടനയാണ്. സുന്നി ഷിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവർ ഒരുമിച്ച് ഇസ്രയേലിനെതിരെ നീങ്ങുന്നതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവർക്കിടയിൽ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാര എന്ന് പറയുന്നത് ഇസ്രയേൽ വിരുദ്ധതയാണ്. അപ്പോൾ ആ ഇസ്രയേൽ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് ഇവരെപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ 2023 ഒക്ടോബറിൽ ഹമാസ് വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇസ്രയേലിനെ പേടിപ്പിച്ചുകൊണ്ട്, പ്രകോപിപ്പിച്ചുകൊണ്ട്, ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് നടത്തിയ അറ്റാക്ക്. ആ അറ്റാക്കിന് ഹിസ്ബുള്ളയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രയേൽ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വളരെ സൂക്ഷിച്ചാണ് ലബനീസ് അതിർത്തിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ പേടിച്ചത് ഹിസ്ബുള്ളയിൽ നിന്ന് വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാകുമെന്ന് അവരെപ്പോഴും പേടിച്ചിരുന്നു. അതിനുവേണ്ടി അവർ കരുതിക്കൂട്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഹമാസ് ചില സമയങ്ങളിൽ നിശബ്ദമാണ്, പക്ഷേ ഹിസ്ബുള്ള നിശബ്ദമല്ല. ഹിസ്ബുള്ള എപ്പോഴും ഇസ്രയേലിനെതിരെ കടുത്ത വാക്കുകൾ പ്രയോഗിക്കുന്നു. അവരുടെ നേതാവ് ഹസൻ നസ്രുള്ള വലിയ രീതിയിലുള്ള വലിയ പ്രകോപനപരമായ വാക്കുകൾ പ്രയോഗിക്കുന്നു. മാത്രമല്ല ലബനീസ് അതിർത്തിയിൽ നിന്ന് അറ്റാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം, ആ സന്ദേശത്തിൽ പറയുന്നത് ഞങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കും. കൃത്യമായി ഇന്ന് നടന്ന ഈ ആക്രമണം അത് ഇന്നലെ എന്താണോ നസറുള്ള പറഞ്ഞത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഷാർപ്പാണ് എപ്പോഴും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മളിപ്പോൾ പേജർ അറ്റാക്കിലേക്ക് വരിക, ഇത് മൊസാദ് നടത്തിയ ആക്രമണമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാരണം മൊസാദിൻ്റെ ചരിത്രം അതാണ്. ടൂത്ത് പേസ്റ്റിൽ വരെ വിഷം കലർത്തി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിപ്പിച്ചൊക്കെ ആൾക്കാരെ കൊല്ലുന്ന
വലിയ ക്രൂരതയുള്ള രഹസ്യാന്വേഷണ സംഘടനയാണ്, കൂർമ്മ ബുദ്ധിയുള്ള രഹസ്യാന്വേഷണ സംഘടനയാണ് മൊസാദ്. ഇസ്രയേലിൻ്റെ 2 സംഘടനകളുണ്ട്. ആ 2 സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊസാദാണ്. ഈ മൊസാദ് ഇസ്രയേലിൻ്റെ വലം കൈയാണ്. അതായത് ഇസ്രയേൽ ഭരണ നേതാക്കൾ എന്ത് വിചാരിക്കുന്നു അതിൻ്റെ അപ്പുറം നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേജർ അറ്റാക്കിലേക്ക് വരിക. അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക്. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് എന്താണ്, ഹിസ്ബുള്ളയെ ഇപ്പോൾ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ആക്രമിക്കും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഒരു അന്തരീക്ഷം അവിടെ തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ഈ പേജർ അറ്റാക്ക് പോലുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് പൊട്ടിത്തെറിപ്പിച്ചുള്ള അറ്റാക്കിലേക്ക് ഈ ഇസ്രയേൽ നീങ്ങും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ നോക്കൂ, മൊസാദ് എത്ര വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തി. അത് തന്നെ ലോക ചരിത്രത്തിൽ നോക്കിയാൽ ഇങ്ങനെ സപ്ലൈ ചെയിനിലേക്ക് കടന്നു കയറി നമ്മളൊരു ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ സപ്ലൈ ചെയിനിലേക്ക് കടന്നു കയറുന്നു. ഒരേ സമയം പലയിടത്തായി ഇത്തരം ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു ദിവസം കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. എത്രയോ വർഷങ്ങളായി മൊസാദ് ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ പ്ലാനിങ്, ഈ സ്ട്രാറ്റജി എത്രയോ കാലം കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ആ സപ്ലൈ ചെയിനിലേക്ക് കടന്നു കയറി എവിടെയൊക്കെയാണോ ഇവർക്ക് ആവശ്യമായ യന്ത്രങ്ങൾ എത്തുന്നത്, ഡിവൈസുകൾ എത്തുന്നത്, അവിടേക്ക് മുഴുവൻ അവരുടെ കൈകൾ എത്തിയിരിക്കുന്നു. ആ കൈകൾ ഇനി പ്രതീക്ഷിക്കുന്നത്, ഇപ്പം ഏറ്റവും ഒടുവിൽ എന്താണ് ഹിസ്ബുള്ള നിർദ്ദേശം കൊടുക്കുന്നത്, ഒരു തരത്തിലുള്ള ഡിവൈസുകളും നിങ്ങൾ ഉപയോഗിക്കരുത്. എല്ലാ കമ്പ്യൂട്ടർ ഉൾപ്പെടെ, ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ ഒന്നും ഉപയോഗിക്കരുത്. കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. അവർ ഭയപ്പെടുന്നത് മൊസാദിന്റെ കൈകൾ ഏതറ്റത്തേക്കും എത്തുമെന്ന് അവർ ഭയപ്പെടുമ്പോൾ, തിരിച്ച് ഇസ്രയേൽ ഭയപ്പെടുന്നത് ഒരു മിസൈൽ ഏത് സമയവും തങ്ങളുടെ മേൽ പതിച്ചേക്കാമെന്ന് ഇസ്രയേലും ഭയപ്പെടുന്നുണ്ട്. ഈ രീതിയിലുള്ള ഈ ഒരു മുഖാമുഖം നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ അതിന് നടുവിലാണ് നിൽക്കുന്നത്. ചുറ്റുമുള്ള ഇസ്രയേലി ശത്രുക്കളെല്ലാം നിരന്നു നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെയായിരിക്കും ഈ സമവാക്യങ്ങളിൽ ഇത്ര ധൈര്യത്തോടെ ഹിസ്ബുള്ള പുറത്തേക്ക് ഇറങ്ങിയാൽ അതെങ്ങനെയായിരിക്കും മാറുക? അതാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അതായത് ഇസ്രയേൽ ഈ ലെബനീസ് സ്ഥലങ്ങളിലേക്ക് അറ്റാക്ക് നടത്തുമ്പോൾ അമേരിക്ക വാൺ ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള അറ്റാക്കിലേക്ക് പോകരുത്, പ്രതിരോധം മാത്രമാകാമെന്ന് അമേരിക്ക വാൺ ചെയ്യുന്നുണ്ട്. അമേരിക്ക ഈ മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു അവിടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. ഈജിപ്റ്റ്, ഇറാഖ്, സിറിയ, യമൻ, സൗദി അറേബ്യ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഇസ്രയേലിന് ചുറ്റും അറബ് രാജ്യങ്ങളാണ്. പക്ഷേ ഇവർ ഷിയ സുന്നി 2 അഭിപ്രായ വ്യത്യാസങ്ങളിൽ മാറി നിൽക്കുകയും അമേരിക്ക വിരുദ്ധത കുറച്ചുപേർ കൊണ്ടു നടക്കുന്നു, കുറച്ചുപേർ അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്നു. അതായത് ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനും ഒക്കെ അമേരിക്കയ്ക്കൊപ്പം എപ്പോഴും നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനപ്പുറം ഒരു വിമതസ്വരമൊക്കെ ഉയർത്തുന്നു എന്ന് പൊതുവെ പുറത്ത് കാണിക്കുമെങ്കിലും അമേരിക്കയുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. പക്ഷേ അങ്ങനെ അല്ല ഇറാൻ വലിയ ശക്തിയാണ്. ഇറാൻ റഷ്യ വഴി നടത്തുന്ന ആയുധ കച്ചവടത്തിൻ്റെ പ്രധാന ഇടനാഴികളാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഈ ഇറാൻ എന്ന് പറയുന്ന വലിയൊരു ശക്തി അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. കാരണം ഇറാന് പല രീതിയിലുള്ള സ്വാധീന ശക്തികളുണ്ട്. ഷിയ രാജ്യമാണെങ്കിൽ പോലും സുന്നികൾക്കിടയിലൊക്കെ അവർക്ക് ഈ സമവായ ചർച്ചകൾ ഖത്തർ വഴി നടത്താനുമൊക്കെ ജോർദാൻ വഴി നടത്താനുമൊക്കെ അവർക്കുള്ളൊരു കഴിവുണ്ട്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഹമാസ് എന്ന് പറയുന്നത് സുന്നി സംഘടനയാണ്, ഷിയ സംഘടനയാണ് ഹിസ്ബുള്ള. പക്ഷേ എന്തുകൊണ്ട് ഇവർക്കിടയിൽ ഒരു അന്തർധാര? ആ അന്തർധാര എന്ന് പറയുന്നത് ഇറാനാണ് ഇവരെ ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇസ്രയേൽ വിരുദ്ധത ഇവർക്കിടയിൽ കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനാണ്. അൻഷാദ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ഇപ്പോഴത്തെ നമ്മൾ ഈ പറയുന്ന അന്തർധാര, ഇത് ഒന്നിച്ച് ഇവരൊരു വലിയ സ്വാധീന ശക്തിയായി അമേരിക്കയ്ക്കെതിരെ തിരിയുമോ എന്നൊരു ആശങ്ക അമേരിക്കയ്ക്ക്. അതാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇപ്പോൾ ലെബനന് നേരെ ഇസ്രയേൽ നേരിട്ടുള്ള ഒരു അറ്റാക്ക്, ഹിസ്ബുള്ളയെ മുൻനിർത്തി നേരിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തുകയാണ് എങ്കിൽ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്.
അമേരിക്കയ്ക്ക് പല രീതിയിൽ ഭീഷണിയാണ്, ഇസ്രയേലിന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ആവർത്തിച്ച് ഇസ്രയേലിന് കൊടുക്കുന്ന മുന്നറിയിപ്പ് ലെബനനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം ലെബനൻ സ്വതവേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ലെബനന്റെ അകത്ത് കിടക്കുന്ന ഹിസ്ബുള്ളക്കെതിരെയാണ് ഈ ഇസ്രയേൽ അറ്റാക്ക് നടത്തുന്നത്. അപ്പോഴും ലെബനൻ രാജ്യം നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അതിർത്തി കടന്നു കയറരുത് എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു സമവായത്തിന്റെ പാത അവിടെ ലെബനീസ് സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര കാലം മുന്നോട്ട് പോകും? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ ഈ പേജർ അറ്റാക്ക് ഉണ്ടായതിൽ എത്ര സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ട്? തീർച്ചയായും ഇത് മുഴുവൻ ഹിസ്ബുള്ള തീവ്രവാദികളോ അല്ലെങ്കിൽ ഹിസ്ബുള്ള ആളുകളോ അല്ല. അതുകൊണ്ടാണ് അവിടെയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇസ്രയേൽ വളരെയധികം ശ്രദ്ധിച്ച് ഈ പേജറുകൾ, നമ്മൾ ഇപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആസൂത്രണങ്ങളെല്ലാം വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട്, നമ്മളത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തി ഈ പേജറുകൾ ഹിസ്ബുള്ള മിലിറ്റന്റുകളുടെ കയ്യിലെത്തിച്ച്, പ്രവർത്തകരുടെ കയ്യിലെത്തിച്ച് അത് പൊട്ടിപ്പിക്കുകയാണ്, അത് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. നേരിട്ടുള്ള അറ്റാക്കിലേക്ക് പോകാത്തതിന്റെ കാരണം, അതായത് അവർ ലക്ഷ്യമിടുന്നത് ഹിസ്ബുള്ള പ്രവർത്തകരെ മാത്രമാണ്. ലെബനനെ മൊത്തത്തിൽ അവർ ലക്ഷ്യമിടുന്നില്ല. അതുകൊണ്ടാണ് ലെബനനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ ഇതുപോലുള്ള ഡിവൈസുകൾ പൊട്ടിത്തെറിച്ച് എവിടെയൊക്കെയാണോ ഹിസ്ബുള്ള പ്രവർത്തകരുള്ളത് അവിടെ പൊട്ടിച്ച് ഈ ആൾനാശം വരുത്തുക. ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹിസ്ബുള്ളയെ ഒന്നെങ്കിൽ നിർവീര്യമാക്കണം അല്ലെങ്കിൽ നിശബ്ദമാക്കണം, അല്ലെ? ഈ ഒരൊറ്റ പോയിന്റ് ആണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പം പഴയ പോലെയല്ല. നമ്മൾ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് വിസിബിളി ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നവരല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലായിടത്തുമുണ്ട്, ഇവരുടെ സ്വാധീനം എല്ലായിടത്തും ഉണ്ട്, സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ തീവ്രവാദികളെ അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആളുകളെ മാത്രമായ ഒരു ആക്രമണം അത്ര എളുപ്പമാവില്ല. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു തിരിച്ചടി ഉണ്ടായാൽ അതുണ്ടാക്കുന്നതും വലിയ ഇമ്പാക്റ്റ് ആയിരിക്കില്ലേ? ആരൊക്കെ ലെബനന്റെ കൂടെ നിൽക്കും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് അമേരിക്ക ആ ഒരു കണക്ക് കൂട്ടൽ അമേരിക്കയ്ക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെയധികം സൂക്ഷിച്ചാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത്. സൗദി അറേബ്യ കൊണ്ടുതിരിയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സിറിയ അപ്പുറത്തുണ്ട്. നമുക്ക് കാണാം സിറിയയും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ജോർദാനുണ്ട്, ഇറാഖുണ്ട്. ഇങ്ങനെയുള്ള വലിയ പിന്നെ ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണി യമനിൽ നിന്നുണ്ട്. ഹൂതി വിമതർ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഈ റെഡ് സീ നിറയെ അവരാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിടുക്കിലാണ് അമേരിക്ക പടക്കോപ്പുകൾ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഹൂതി വിമതരുടെ വലിയ രീതിയിലുള്ള ഭീഷണി ഇസ്രയേലും നേരിടുന്നുണ്ട്, അമേരിക്കയും നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇറാൻ സൂചിപ്പിച്ച ഒരു വാക്കുണ്ട്, പശ്ചിമേഷ്യയിലെ പ്രതിരോധ ശക്തികൾ ഇസ്രയേലിനെ നേരിടും എന്നാണ്. ആ പ്രതിരോധ ശക്തികൾ ഏതൊക്കെയാണ്? ഹിസ്ബുള്ള, മറ്റൊന്ന് ഹൂതി വിമതർ, മറ്റൊന്ന് ഹമാസ്, മറ്റൊന്ന് ഇറാഖിലുള്ള പോപ്പുലേഷൻ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന. ആ സംഘടന ഇതുപോലെയാണ്, ഹിസ്ബുള്ളയെ പോലുള്ള ഒരു സംഘടനയാണ്. അതും ഷിയ സംഘടനയാണ്. ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾ, മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായിട്ടുള്ള ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾ. ഈജിപ്റ്റ് ഒരു സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ബ്രദർഹുഡാണ്. ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായ സഖ്യമാണ്. അതിനുള്ളിലേക്ക് കൊണ്ടുവന്നാണ് ഈ ഹമാസിനെയും ഈ ഹിസ്ബുള്ളയെയും ഇറാൻ ഒരുമിച്ച് നിർത്തുന്നത്. അവിടേക്കാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം അവിടെ പയറ്റുന്നുണ്ട്. ഈ രാഷ്ട്രീയം ഒരുമിച്ചാൽ എന്ത് സംഭവിക്കുന്നു അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇസ്രയേലിനെ ആവർത്തിച്ച് അമേരിക്ക വാൺ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഇസ്രയേൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് അമേരിക്കയിൽ നിന്ന്. അതായത് അമേരിക്കയുടെ ഒരു പിടിയിൽ നിന്ന് ഇസ്രയേൽ പുറത്തേക്ക് പോയി. അതായത് കൃത്യമായി പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിലല്ല ഇസ്രയേൽ എന്നതുകൊണ്ട് തന്നെ അമേരിക്ക കുറച്ചുകൂടി കരുതലോടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഈ അമേരിക്ക കരുതലോടെ നീങ്ങുമ്പോൾ തന്നെ അമേരിക്ക ഇസ്രയേലിന്റെ സഖ്യരാജ്യമാണ്. പ്രശ്നം ഉണ്ടായാൽ ഇസ്രയേലിന്റെ ഒപ്പമായി നിൽക്കാൻ പറ്റും. ബ്രിട്ടനും അതുപോലെ തന്നെയാണ്. അത് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം. അമേരിക്ക ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയ്ക്ക് അമേരിക്കയ്ക്ക് അനുകൂല നിലപാട് എടുക്കേണ്ടി വരും, ജോർദാൻ എടുക്കേണ്ടി വരും, ഈജിപ്തിന് എടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഒരുപക്ഷെ കമല ഹാരിസിനൊന്നും ശക്തമായി ഇസ്രയേലിനെതിരെ ഒന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രയേലിനെതിരെ ഒരു നിലപാട് കമലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ്. പക്ഷെ അപ്പോഴും അവർക്ക് ശക്തമായ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തതിന് പിന്നിൽ ഈ സഖ്യരാജ്യത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. ഗാസയിലെ മനുഷ്യവിരുദ്ധ നിലപാടുകളെ പറ്റി അവർക്ക് ശക്തമായി അവിടെ നടക്കുന്നത്
ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ പോലും ഇസ്രായേലിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും ശ്രീജ, നമ്മൾ ഈ പേജർ അറ്റാക്ക് അല്ലെങ്കിൽ വോക്കി ടോക്കി അറ്റാക്കിലേക്ക് ഒന്ന് തിരികെ പോയാൽ, അതായത് നമ്മൾ നോക്കൂ മൊസാദ് എത്രത്തോളം വലിയ രീതിയിലാണ് ആസൂത്രണം നടത്തിയത് ശ്രീജ പറഞ്ഞു. പക്ഷേ അവിടെയും മൊസാദിൻ്റെ ഓപ്പറേഷൻ്റെ രീതി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് വർഷങ്ങൾ നീണ്ട ആസൂത്രണം, ഷെൽ കമ്പനികൾ രൂപീകരിക്കുന്നു, ഷെൽ കമ്പനികൾ പേജർ നിർമ്മാണ ഷെൽ കമ്പനികൾ രൂപീകരിക്കുന്നു. സ്വാഭാവികമായി നോക്കുമ്പോൾ ഒരു സാധാരണ കമ്പനി, ഒരു പേജർ നിർമ്മാണ കമ്പനി ആ പേജർ നിർമ്മിച്ച് ഉപഭോക്താക്കൾക്ക് കൈമാറുന്നു. പക്ഷേ ഈ ഷെൽ കമ്പനി എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? ഹിസ്ബുള്ളയാണ്. ആ ഹിസ്ബുള്ള നേതാക്കൾ, അതായത് മൊബൈൽ ഫോൺ അറ്റാക്കിലൂടെ മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ച് ആൾക്കാർ മരിക്കുന്നത് 1994 യഹിയ അയാഷിനെ, അതായത് ഹമാസിന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ച് നൽകിയ യഹിയ അയാഷിനെ ഇസ്രയേലിലെ മൊസാദ് കൊന്നത് ഈ മൊബൈൽ ഫോൺ നേരത്തെ 1994 കൊന്നത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത് ആരുടെ മനസ്സിലുണ്ട്? ഹിസ്ബുള്ളയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള വളരെ സൂക്ഷിച്ചാണ് നേതൃത്വം അണികൾക്ക് നിർദ്ദേശം കൊടുത്തി, നിങ്ങൾ മൊബൈൽ ഫോണുകളിൽ നിന്ന് മാറണം, പേജറിലേക്ക് മാറാം. അതായത് പേജർ കൊണ്ട് അവർ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചതിൻ്റെ കാര്യം എന്താണ്? വലിയ നെറ്റ്വർക്കുള്ള സംവിധാനമല്ല, താരതമ്യേന കുറഞ്ഞ സാങ്കേതിക വിദ്യയാണ്, അപ്പോൾ ഇത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന്. പക്ഷേ അവിടെയാണ് ഈ ഹിസ്ബുള്ളയുടെ എല്ലാ മനസ്സിലിരിപ്പിനെയും കവച്ചു വെച്ചുകൊണ്ട് മൊസാദ് പെരുമാറിയത്. അതായത് മൊസാദ് വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെ ഈ പേജറുകൾ, അതായത് അവർ തന്നെ നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ ഉള്ള, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വിദൂര നിയന്ത്രിത സംവിധാനമുള്ള ഈ പേജറുകൾ ഹിസ്ബുള്ള പ്രവർത്തകരുടെ കയ്യിലേക്ക് എത്തി. പേജറുകൾ മാത്രമല്ല, വോക്കി ടോക്കികൾ, റേഡിയോ, ഇലക്ട്രിക് സംവിധാനം, ഇതൊക്കെ എങ്ങനെ മൊസാദ് ഹാക്ക് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് പേജർ ഓക്കെ, വോക്കി ടോക്കി ഓക്കെ, പക്ഷെ മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങളിലേക്കൊക്കെ എങ്ങനെ മൊസാദ് കടന്നു കയറി എന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കുടില ബുദ്ധിയുള്ള ചാര സംഘടന മൊസാദാണെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. പക്ഷെ ഇതിനിടയിൽ ഒരു മലയാളി ബന്ധം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല എന്നൊക്കെ പറയുന്ന പോലെ, ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോഴും അതിനിടയിലും ഒരു മലയാളി പേര്, ഒരു മലയാളിയുടെ കമ്പനിയുടെ പേരൊക്കെ ഉയർന്നു വരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് അതുമായി ഈ കമ്പനിക്ക് ബന്ധമില്ല എന്ന് ലെബനിൽ നിന്നൊക്കെ ഒരു വിശദീകരണം വരുന്നുണ്ട്. അതെ അതെ, അതായത് മലയാളിയായ നോർവീജിയൻ പൗരൻ റിൻസൻ ജോസ്, പുള്ളി വയനാട്ടുകാരനാണ്, ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് ഈ റിൻസൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ ഇസ്രയേലിൻ്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ BAC കൺസൾട്ടൻസി നിർമ്മിച്ചു എന്ന് കരുതുന്ന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ഇടനില നിന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് ഹിസ്ബുള്ളയിലേക്ക് ഡയറക്റ്റ് ആയിട്ടല്ല മൊസാദ് ഈ സാധനങ്ങൾ എത്തിച്ചതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. BAC എന്ന് പറയുന്ന ഒരു കമ്പനി നിർമ്മിക്കുന്നു, സാധനങ്ങൾ നിർമ്മിച്ച് വേറൊരു ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിക്ക് കൈമാറുന്നു. ആ കമ്പനി നമ്മുടെ ഈ റിൻസൻ വഴി ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്നു. ഈ പേജർ അറ്റാക്ക് ഉണ്ടായ ദിവസം മുതൽ റിൻസനെ കാണാനില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഈ പേജർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുമെന്ന് റിൻസൻ വിചാരിച്ചിട്ടില്ല എന്നുമൊക്കെയാണ് ഈ നോർവേയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും റിൻസൻ്റെ കമ്പനിയെക്കുറിച്ചും ഈ കമ്പനി നൽകിയ പേജറുകളെക്കുറിച്ചും ഈ വിതരണം ചെയ്ത പേജറുകളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ പോവുകയാണ് മൊസാദിന്റെ ഓപ്പറേഷൻ. ആശങ്കപ്പെടേണ്ടത് അതാണ്. അതായത് മൊസാദിന് അസാധ്യമായി ഒന്നുമില്ല. തിരിച്ച് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേലിനെ തകർക്കാനാവുന്ന വിധത്തിൽ അവരുടെ കയ്യിൽ ആയുധശേഖരമുണ്ട്. അവർ പടക്കോപ്പ് കൂട്ടി എത്രയോ കാലമായി അവരും കാത്തിരിക്കുകയാണ്. ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ലെബനനെ തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഹമാസിന്റെ പേര് പറഞ്ഞ് പലസ്തീനെ അധിനിവേശത്തിലേക്ക് കടന്നതുപോലെ ഹിസ്ബുള്ളയുടെ പേര് പറഞ്ഞ് ലെബനനിലേക്ക് കടന്നു കയറാനുള്ള തന്ത്രങ്ങളാണ് ഈ ഇസ്രയേൽ പയറ്റുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാവില്ല. നമുക്കറിയാം, എവിടെ വേണമെങ്കിൽ കടന്നു കയറാൻ ശേഷിയുള്ള മൊസാദും എങ്ങനെ വേണമെങ്കിൽ ആക്രമണം നടത്താൻ കഴിവുള്ള ഇസ്രയേലും മുഖാമുഖം നേർക്കുനേർ വന്നാൽ അത് ലോകം ഭയക്കുന്ന രീതിയിലുള്ള ഒരു പോരിലേക്ക്, ഒരു യുദ്ധക്കളത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീക്കുക. ICL Finco, the intelligent choice.